ഈ സ്വർണ്ണപ്പാളി വിഷയത്തിലെ അത് വലിയ രീതിയിലുള്ള പ്രതിരോധം പാർട്ടിക്ക് സൃഷ്ടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. എന്താവും ഈ പാർട്ടിക്ക് ഒരു തെരഞ്ഞെടുപ്പിൽ? പ്രതിരോധവും ഇല്ല. അതിൽ നമ്മൾ കാണേണ്ടത് ഈ കുറ്റവാളികളോട് എടുക്കുന്ന സമീപനമാണ്. അയ്യപ്പന്റെ ഒരു തരി സ്വർണവും അത് വിശ്വാസിയുടെ കൂടി പ്രശ്നമാണ്, നഷ്ടപ്പെടാൻ അനുവദിക്കരുത് എന്നുള്ളതാണ് CPIM-ന്റെ നിലപാട്, ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ നിലപാട്, ഗവൺമെന്റിന്റെ നിലപാട്. ഇതാണ് അത് ആ നിലയിൽ തന്നെ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനെ പല വാദഗതികൾ ഉന്നയിച്ചിട്ട് വ്യാഖ്യാനങ്ങൾ നടത്തിയിട്ട് CPIM-നെ കടന്നാക്രമിക്കാമെന്നാണ് ചിലർ ധരിക്കുന്നത്. ഒരു കാരണവശാലും അത് CPIM-നെ ബാധിക്കാൻ പോകുന്നില്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും ബാധിക്കുന്നില്ല, ഗവൺമെന്റിനെയും ബാധിക്കും. ഗവൺമെന്റ് അത് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു കുറ്റവാളിയെയും രക്ഷപ്പെടാൻ അനുവദിക്കില്ല, രക്ഷപ്പെടാൻ അനുവദിക്കരുത് എന്ന നിലപാടാണ് CPIM ശക്തമായിട്ട് എടുത്തിരിക്കുന്നത്. അല്ല, പത്മകുമാർ ഇപ്പം പ്രതി അല്ലെങ്കിൽ പത്മകുമാറിൻ്റെ അകത്തെല്ലാം കുറ്റവാളിയായി എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം ഈ ഇവരുടെ SIT പരിശോധിക്കുന്നുണ്ടല്ലോ, ആ പരിശോധിച്ച ആ റിപ്പോർട്ട് വരട്ടെ. കോടതിയുടെ നിലപാടുണ്ട്. ഈ നിലപാടിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് പത്മകുമാർ കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. പത്മകുമാർ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന ഒരു നിലപാടും പാർട്ടിയോ ഗവൺമെന്റോ സ്വീകരിക്കുന്ന പ്രശ്നമില്ല. ഇപ്പം അദ്ദേഹം കുറ്റവാളി ആയി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്താൻ കഴിയുന്നില്ല. അത് എത്തുമ്പോൾ അതിനനുസൃതമായിട്ടുള്ള നിലപാട് പാർട്ടി സ്വാഭാവികമായിട്ട് സ്വീകരിക്കും. പാർട്ടി നടപടി എടുത്തില്ല. അത് അവരുടെ നിലപാട്. CPIM-ന്റെ ആളുകളുടെ പേരിൽ ഇതിന്റെ പാർട്ടിക്ക് ഒരു ഭരണഘടനയുണ്ട്, പാർട്ടിക്ക് ചില സംഘടനാ തത്വങ്ങളുണ്ട്. അതിനനുസരിച്ചുള്ള നിലപാട് മാത്രമേ എടുക്കുള്ളൂ. ഒരാളുടെ പേരിൽ ഒരു കുറ്റം ആരോപിച്ചു എന്നുള്ളത് കൊണ്ട് അയാൾ കുറ്റവാളിയാവുന്നില്ല, ചിലപ്പം കുറ്റവാളിയാവുകയും ചെയ്യും. കുറ്റവാളി ആയിക്കഴിഞ്ഞാൽ എന്ത് നിലപാട് എന്നുള്ളത് വ്യക്തത വരുത്തി തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും പറഞ്ഞിട്ടുണ്ട്, ഗവൺമെന്റിന്റെ നിലപാട് മുഖ്യമന്ത്രിയും വ്യക്തമാക്കിയിട്ടുണ്ട്.